നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി ദിവ്യ എന്ന് കേട്ടാൽ തന്നെ കേരളത്തിലെ പെണ്ണുങ്ങൾ ചൂലെടുക്കും. കമ്മിണിയെ കണ്ണൂരിന് പുറത്ത് കണ്ടാൽ ഉശിരുള്ള പെണ്ണുങ്ങൾ കൈവയ്ക്കും. MV ഗോവിന്ദനും PK ശ്യാമളയും ICUവിൽ കിടക്ക റെഡിയാക്കി വെച്ചോളൂ, പോയി ഉടൻ തന്നെ കിടക്കേണ്ടി വരും. ദിവ്യയുടെ വീട്ടുമുറ്റത്ത് CBI എത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതിനുള്ള കുഴി വെട്ടിയത് സഖാത്തി തന്നെയാണ്. ഉണ്ടാക്കിയെടുത്ത തെളിവുകളെല്ലാം ബൂമറാങ് പോലെ ഇപ്പോൾ തിരിച്ചടിക്കുന്നു. കമ്മിണി CM ഓഫീസിനെ കരുവാക്കി നടത്തിയ ആ നാടകം ആടപടലം പൊളിഞ്ഞ വിവരം സഖാക്കളെ വ്യസനസമേതം അറിയിക്കുന്നു. പ്രശാന്തന്റെ പരാതി CM ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ചെങ്ങളായി മാഫിയയ്ക്ക് വീണ്ടും ഇടിവെട്ടേറ്റ് വീണിരിക്കുകയാണ്. കണ്ണൂർ CPM ആടപടലം പൊളിയുകയാണ്. നവീനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന സംശയത്തിന് ബലം പകരുന്ന തെളിവുകളാണ് പുറത്താകുന്നത്. അതേപോലെ ഇവർ ഉണ്ടാക്കിയെടുത്ത ദൃശ്യം മോഡൽ തിരക്കഥ പൊളിഞ്ഞടുങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിരുന്നുവെന്നാണല്ലോ പ്രശാന്തൻ എന്ന കൊടും ക്രിമിനൽ ഇതുവരെ വാദിച്ചത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗീർവാണമടിച്ചത്. അതും PP ദിവ്യയുടെ നിർദ്ദേശപ്രകാരമാണ് CM ഓഫീസിൽ പരാതി മെയിൽ ചെയ്തതുപോലും. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതിയേ എത്തിയിട്ടില്ല. പരാതി വ്യാജമാണ്. 2 ഒപ്പുണ്ട് എന്ന അവന്റെ ക്യാപ്സൂളും തേഞ്ഞു. കമ്പനി ഉണ്ടാക്കിയ തിരക്കഥ നൈസ പാളിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന് ഓഫീസ് വ്യക്തമാക്കി. വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഓഫീസിന്റെ ഈ വിശദീകരണം. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് മറുപടി നൽകിയിരിക്കുന്നത്. മുൻപ് നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാരണം പറഞ്ഞ് നിരസിച്ചിരുന്നു. പ്രശാന്തന്റേത് വ്യാജ പരാതിയാണെന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതിക്കത്തിലെ ഒപ്പിലെ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാട്ടി എത്രയോ വിവരങ്ങളും ചാനൽ ചർച്ചകളും വാർത്തകളും പുറത്തു വന്നതാണ്. ADMനെതിരെ പ്രശാന്ത് നൽകിയത് എന്ന പേരിൽ പ്രചരിച്ച പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖ പുറത്ത് വന്നിരുന്നു. CM ഓഫീസിനെ ഉൾപ്പെടുത്തി PP ദിവ്യയും സംഘവും നടത്തിയ നാടകമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ. എന്നാൽ അതിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞില്ലേ? ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത്? എന്തൊക്കെ ഗീർവാണങ്ങളായിരുന്നു PP ദിവ്യയും ഈ പ്രശാന്തനും ചേർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഡയലോഗുകൾ. മലയാളികൾ അത് മറന്നിട്ടുണ്ടാകില്ലല്ലോ, മറക്കരുത്. എല്ലാവരുടെയും ഉള്ളിലും ഇവർ പറഞ്ഞ ഓരോ കള്ള പ്രചരണങ്ങളും ഉണ്ടാകണം. സതുദ്ദേശത്തോടെയാണ് ഞാൻ ആ യോഗത്തിൽ കയറി ചെന്ന് നവീൻ ബാബുവിനെ വിമർശിച്ചത് എന്നായിരുന്നല്ലോ പെട്രോൾ പമ്പ് ദിവ്യയുടെ ഡയലോഗടി. ഞാനാണ് പ്രശാന്തനോട് പറയുന്നത്, ആ പരാതി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉടൻ തന്നെ അറിയിക്കണം. തെറ്റ് തിരുത്താൻ ഉടൻ നടപടികൾ ഉണ്ടാകണം. കൈക്കൂലി കൊടുത്തത് തന്നെ തെറ്റാണ്. എന്നാൽ അത് വാങ്ങിയ ഉദ്യോഗസ്ഥൻ, അത് സർവീസിൽ ഇനി അയാൾ ഉണ്ടാകരുത് എന്നൊക്കെ ഉള്ള ഡയലോഗുകളായിരുന്നല്ലോ അന്ന് PP ദിവ്യ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങളൊരു പാവം മനുഷ്യനെയല്ലേ ഇല്ലാതാക്കിയത്? കൊന്ന് കെട്ടിത്തൂക്കി എന്ന് തന്നെ പറയുകയാണ്. കാരണം അതങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഇപ്പോൾ കേരളത്തിന് കൃത്യമായി അറിയാം. കാരണം അതിൻ്റെ എത്രയോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മഞ്ജുഷയുടെ പോരാട്ടവും ഇതിനു വേണ്ടി തന്നെ ആയിരുന്നില്ലേ? നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയിക്കാനും, അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണെന്ന് തെളിയിക്കാനും വേണ്ടി. ആ മനുഷ്യനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തന്നെ വ്യക്തമായി ആ മനുഷ്യൻ സത്യസന്ധനാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത പുറത്തേക്ക് വന്നതുമാണ്. കാരണം എത്രയോ നല്ല ഉദ്യോഗസ്ഥരാണ് നവീൻ ബാബുവിനെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് സംസാരിച്ചത്. അദ്ദേഹം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നല്ല ഒരു ഉദ്യോഗസ്ഥനുമാണെന്ന് എത്രയോ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
CM ഓഫീസ് ഉൾപ്പെടെ ഈ കേസിലേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഇതിന്റെ ചിത്രമാകെ മാറുന്നത്. അന്നു മുതൽ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. അത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? പ്രശാന്തനും PP ദിവ്യയ്ക്കുമെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ CMന്റെ ഓഫീസ് വൈകുന്നു എന്നുള്ള ചോദ്യം. കാരണം പ്രശാന്തൻ പറഞ്ഞത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താൻ പരാതിപ്പെട്ടിരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം പോലും പുറത്തുവിടാൻ ഈ CMന്റെ ഓഫീസ് തയ്യാറായില്ല. ഇനിയിപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നതുകൊണ്ടാണ് വിവരാവകാശത്തിന് മറുപടി കൊടുക്കേണ്ടി വന്നത്. അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് PP ദിവ്യ പറഞ്ഞ ഈ പരാതി പൊട്ടി മുളയ്ക്കുന്നത്? അവിടെയാണ് ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, കൊന്ന് കെട്ടിത്തൂക്കിയത് തന്നെയാണെന്ന്. ആദ്യം ഇവർ ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുക്കുന്നു, നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടിയാണ് പ്രശാന്തൻ നിരവധി തവണ നവീൻ ബാബുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും പിന്നീട് അദ്ദേഹത്തെ കാണാൻ പിന്തുടർന്ന് പോകുന്നതും. അതായത് അതിനുവേണ്ടിയുള്ള ചില CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സമർപ്പിക്കണമായിരുന്നു. ആ ഒരു നീക്കമാണ് ഇവർ ആദ്യം നടത്തിയത്. പിന്നീടായിരുന്നു PP ദിവ്യയുടെ മാസ് എൻട്രി. ആ യോഗത്തിലേക്ക് കയറി വന്ന എന്തൊരു ഗീർവാണമടിയും ഡയലോഗടിയും ഒക്കെ ആയിരുന്നു. കൈക്കൂലിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നയമൊക്കെ. എത്ര അതപ്പതിച്ച ഒരു സ്ത്രീയാണ് ഇവരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പറഞ്ഞ, തലശ്ശേരി സെഷൻസ് കോടതിയിൽ പറഞ്ഞൊരു ഡയലോഗ് എന്തായിരുന്നു? ഞാൻ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്, ഞാനൊരു വീട്ടമ്മയാണ്, വീട്ടിൽ ഒരു മുതിർന്ന സ്ത്രീ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ, മാത്രമല്ല ഞാനൊരു ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതൊക്കെ പറയാൻ, അതായത് ഹർജിയിൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നവീൻ ബാബുവിനും 2 പെൺമക്കളാണ്, അവരുടെ തണലാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഹർജിയിൽ എഴുതി പിടിപ്പിക്കുന്നു. ഒടുവിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്നത് എങ്ങനെയാണ്? അന്ന് കളക്ടർ പറഞ്ഞ ഒരു കള്ളത്തരം, ആ കള്ളത്തരമാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്നതിന് ഉപകരിച്ചത്. അതായത് തൻ്റെ ചേംബറിലെത്തി നവീൻ ബാബു പറഞ്ഞു തെറ്റുപറ്റിയെന്ന്. കളക്ടറോട് കേരളം പൊറുക്കില്ല. കാരണം എത്രയോ കളക്ടർമാർ നമുക്ക് ഇപ്പോൾ മാതൃകകളായിട്ടുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എത്രയോ കളക്ടർമാരുണ്ട്. പല കുട്ടികളും ഇത്തരത്തിലുള്ള കളക്ടർമാരെ കാണുമ്പോൾ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾക്കും IASകാരാകണം എന്നുള്ള മോഹമൊക്കെ പങ്കുവെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കണ്ണൂർ കളക്ടർ, അയാളെ പോലെ ഒരിക്കലും ഒരു കളക്ടർമാരും ആകരുത്. കാരണം ഒരു സാധു മനുഷ്യനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന ഒരാളാണ് ഈ കണ്ണൂർ കളക്ടർ. എന്നിട്ടിപ്പോൾ കണ്ണൂർ കളക്ടറെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ സർക്കാർ. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും CBI എത്തുന്നതോടെ പലരും, ഈ കേസിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പലരും ഈ കേസിന്റെ ഭാഗമാകും. CBI വരുന്നതോടെ കഥയാകെ മാറും. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതിയാണല്ലോ CM ഓഫീസിലേക്ക് പ്രശാന്തൻ അയച്ചു എന്ന് പറയുന്നത്. ഇതും ഹൈക്കോടതിയിൽ ഏറ്റവും വലിയ പിടിവള്ളിയായി മഞ്ജുഷയ്ക്കും കുടുംബത്തിനും മാറും. CBI അന്വേഷണം വേണം എന്ന് തന്നെ കോടതി ഉത്തരവിടും എന്നുള്ളതിൽ ഇനി ഒരു സംശയവും വേണ്ട. ഇവരുണ്ടാക്കിയെടുത്ത കഥകളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനീശ്വരൻ കോവിലിൽ നിന്ന് തിരികെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് എത്തിയോ, അദ്ദേഹം ആത്മഹത്യ ചെയ്തോ എന്നുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ ഉത്തരമായിരിക്കുന്നു. കാരണം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടില്ല. ആരൊക്കെയോ അദ്ദേഹത്തെ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി കൊന്ന് കെട്ടിത്തൂക്കി, അതായത് വീട്ടിൽ തിരികെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവുകൾ എന്താണ് വേണ്ടത്? ഈ കൂട്ടരെല്ലാം, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം തലകൾ പുറത്തേക്ക് വരണം. അതെത്ര പിടിപാടുള്ളവനാണെങ്കിലും ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും CBI വരുന്നതോടെ ഈ കൊമ്പന്മാരെ എല്ലാം തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. നമ്മളെപ്പോഴും നവീൻ ബാബുവിൻ്റെ കേസിൽ പറയുന്നത് പോലെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ നിർണായക തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട്. തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയ ഹർജിയിൽ തീർപ്പുമായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി. കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയെന്ന് കോടതി അറിയിച്ചു.
എന്തായാലും ദിവ്യയ്ക്ക് ഇനി നല്ല നാളുകളല്ല വരാൻ പോകുന്നത്. സതുദ്ദേശം ദിവ്യയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. നിങ്ങളുടെ സതുദ്ദേശത്തിന്റെ ആണിക്കല്ല് പറിക്കാനുള്ള നീക്കമാണ് ഇനി നടക്കാൻ പോകുന്നത്. CBI നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും. നിങ്ങൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ CPM-ന്റെ അങ്ങ് കൊമ്പത്തെ ആളാണെന്ന്. ആ കൊമ്പെല്ലാം ഒടിഞ്ഞ് താഴെ വീഴാൻ പോകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.